കോതമംഗലത്തെ TTC വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബോയ് ഫ്രണ്ട് റമീസിനെ അറസ്റ്റ് ചെയ്തു. ഭയങ്കരമായ വാർത്ത നമ്മൾ കുറച്ച് നേരങ്ങളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് ഇത് ലവ് ജിഹാദ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ചർച്ച. കാരണം റമീസാണല്ലോ ഈ ആൺ സുഹൃത്ത്. ഇന്നലത്തെ പല ചാനലുകളിലെയും മെയിൻ ചർച്ച ഈ ലവ് ജിഹാദായിരുന്നു. അതായത് നമുക്കറിയാം, ഇപ്പോൾ വോട്ട് ചോറി പോലുള്ള വലിയ വലിയ കാര്യങ്ങൾ ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്കൊന്നും വലിയ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പല ചാനലുകളും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ചർച്ച ചെയ്തത് ഇന്നലെ ഈ ലവ് ജിഹാദ് റമീസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, റമീസ് ആയാലും അലക്സ് ആയാലും ശ്രീനിവാസ് ആയാലും ആദ്യം പെൺകുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് യവനൊക്കെ ഏത് തരത്തിലുള്ളതാണ് എന്നാണ്. നമ്മൾ ഈ റമീസ് എന്നവൻ്റെ ഒരു ചരിത്രം ഈ റിപ്പോർട്ടുകളിലൂടെയൊക്കെ വായിക്കുമ്പോൾ മഹാദണ്ഡി, മഹാചെറ്റ, മഹാ അലമ്പ്, എല്ലാ അൽക്കുലാത്ത പരിപാടികളാണ്. എങ്ങനെയാണ് പെൺകുട്ടികൾ ഇങ്ങനത്തെ അവന്മാരെ വലയിൽ പോയി പെടുന്നത്? അത് ഒരു റമീസ് എന്നൊരു പേര് വെച്ച് മാത്രം നമ്മൾ അതിന് പൊടിപ്പും തൊങ്ങലും കൊടുക്കരുത്. ഇതേ സ്വഭാവമുള്ള അലക്സും ഉണ്ട്, ഇതേ സ്വഭാവമുള്ള ശ്രീനിവാസും ഉണ്ട്. ലവ് ജിഹാദ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. യെസ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. കാരണം പെൺകുട്ടിയുടെ കത്തുകളിൽ നിന്നൊക്കെ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് മതം മാറാനായിട്ട് ഇവർ നിർബന്ധിച്ചു എന്ന്. എത്ര പേർക്ക് കൈ ഉയർത്തി നെഞ്ച് വിരിച്ച് പറയാൻ കഴിയും, നിങ്ങളുടെ മകനോ മകളോ ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ ആണ്, അല്ലെങ്കിൽ അന്യമതത്തിലെ ആളുമായിട്ട് ബന്ധത്തിലാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ പറയില്ല ഈ മതമൊന്നും മാറേണ്ട കാര്യമില്ല, അവരവരുടെ മതത്തിൽ തുടരട്ടെ, നമ്മൾ നമ്മുടെ മതത്തിൽ തുടരാം? എത്ര പേര് പറയും? ഇതുപോലെ പബ്ലിക്കായിട്ടല്ലെങ്കിലും ചാക്കിട്ട് പിടിക്കാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും എല്ലാവരും ശ്രമിക്കും. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. അത് ഇവിടെ എന്തോ ഒരു പ്രൊജക്റ്റ് പോലെ, ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു മിഷൻ പോലെയാണ് ഇന്നലത്തെ പല വാർത്താ ചാനലുകളിലെയും ചർച്ച കണ്ടത്. അത് അത്ര ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് മുസ്ലിം പയ്യന്മാർ അന്യമതത്തിലുള്ള ക്രിസ്ത്യൻ മതത്തിലെയും ഹിന്ദു മതത്തിലെയും പെൺകുട്ടികളെ വലവീശി പിടിച്ച് മുസ്ലിംസ് ആക്കുക, ലവ് ജിഹാദ് പുതിയൊരു മിഷൻ എന്ന രീതിയിലാണ് ആർത്താർത്ത് പറയുന്നത്. അതങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ മുസ്ലിം നാമധാരികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് അവരെ പറയാമെന്നുള്ളൊരു ലൈസൻസ് ഇവിടെ പല രീതിയിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട്. അപ്പോഴത്തേക്കും വേറെ ഒരു ആംഗിളിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതത്ര ശരിയല്ല. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളും മീൻസ് പാരൻസും, പിന്നെ അവരൊരു 16-18 വയസ്സ് കഴിയുമ്പോഴത്തേക്കും പെൺപിള്ളേർ മനസ്സിലാക്കണം. ബാക്കി എല്ലാത്തിനെയും കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടല്ലോ അല്ലേ. ടെക്നോളജി, ചുറ്റുപാട്, കാര്യങ്ങളെല്ലാത്തിനെക്കുറിച്ചും വലിയ വിഷനുണ്ട്. പക്ഷേ ഇതുപോലത്തെ കേസുകൾ വരുമ്പോൾ മന്ദബുദ്ധികളായി പോകുന്ന പോലെയാണ്. എത്രയോ നല്ല നല്ല പിള്ളേരുകൾ നമ്മൾ അതിശയപ്പെട്ടു പോകും. നമുക്ക് നമ്മുടെ ചുറ്റുപാടത്ത് അറിയാവുന്ന പിള്ളേരുകളുണ്ട്, അതല്ല ഇതുപോലത്തെ വാർത്തകളിൽ കൂടെ കാണുകയാണെങ്കിലും നല്ല പിള്ളേർ, നന്നായി പഠിക്കുന്ന പിള്ളേർ. ഈ കുട്ടിയാണെങ്കിലും +2-നും 10ാം ക്ലാസ്സിലൊക്കെ എല്ലാ A+ മേടിച്ച കുട്ടിയാണ്. ഇതുപോലത്തെ ബുദ്ധി വിവരവുമുള്ള സൗന്ദര്യവും ഒക്കെ ഉള്ള എത്രയോ പെൺപിള്ളേർ, അലവലാതി ചെക്കന്മാർ. നമുക്കറിയാം ചില ചെക്കന്മാർ എത്രമാത്രം അലമ്പാണ്. അവന്മാർക്ക് പോയി വീഴുകയാണ്. അവരുടെ കൂടെയുള്ള പെൺപിള്ളേരാണ്. അത് ഒന്നൊന്നല്ല, ഇവന്മാർക്ക് 2, 3, 4 ഒക്കെ ഗേൾ ഫ്രണ്ട്സ് ആണുള്ളത്. അതുകൊണ്ട് അതൊരു റമീസ് എന്നും പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്യാതെ എല്ലാ മതത്തിലും എല്ലാ വിഭാഗത്തിലും ഇതുപോലത്തെ അലവലാദികളുണ്ട്. ആദ്യം ആ അലവലാദികളെ തിരിച്ചറിയാനുള്ള ഒരു പരിശീലനം വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും തന്നെ കൊടുക്കേണ്ടി വരും. സ്കൂളിൽ നിന്നും അങ്ങനത്തെ ഒരു, ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഭയങ്കരമായ വ്യത്യസ്തമായ പല ചർച്ചകൾക്കും വഴിയിട്ടിട്ടുണ്ടല്ലോ. അതായത് മധ്യവേനൽ അവധി മാറ്റിയിട്ട് നമുക്ക് മഴക്കാലത്തേക്ക് മാറ്റിയാലോ, പിന്നെ ബാക്ക് ബെഞ്ച് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വേണ്ട, എല്ലാവരും ഫ്രണ്ട് ബെഞ്ചിലിരിക്കട്ടെ, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നല്ലോ. പെൺപിള്ളേർ ഇതേപോലെ അലവലാതി ചെറുക്കന്മാരുടെ വലയിൽ പോയി കുടുങ്ങുന്നതിനെക്കുറിച്ചും എന്തെങ്കിലും ഒരു സാധനം ക്യാമ്പ് പോലെയോ എന്തെങ്കിലുമൊക്കെ നടത്തി പെൺപിള്ളേർക്ക് ഒരു ബോധവൽക്കരണം നടത്തണം. ഈ മയക്കുമരുന്നും ഇതിനൊക്കെ എതിരെയുള്ള ബോധവൽക്കരണമല്ലോ. അതേപോലെ തന്നെ വലിയൊരു ഭീതിയാണ് ഈ സംഭവം. അല്ലാതെ ഇത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഒരു മുദ്ര കുത്തി മാറ്റി വെക്കുകയല്ല ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ. ഇതിപ്പം ഇങ്ങനെ കല്യാണത്തിന് മുമ്പുള്ള കാര്യം, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്രയോ വാർത്തകൾ കണ്ടു അല്ലേ. അതുല്യ, രമ്യ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടു. ഇതൊന്നും ഏത് ജിഹാദിൽ പെടുത്തും, മനസ്സിലായില്ലേ. അപ്പം അതൊക്കെ മതം വേറെ ആയതുകൊണ്ട് അതിന് വേറെ രീതിയിലും, ഇവിടെ ഒരു മുസ്ലിം നാമധാരി ഇതിനകത്ത് പ്രതി ആയതുകൊണ്ട് അത് വേറെ രീതിയിലും കാണുന്നതിനും അതൊരു ആ ഒരു സംഭവത്തിൻ്റെ, അല്ലെങ്കിൽ ഇനി ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിക്ക് ഗൗരവമില്ലാതായിപ്പോൾ. ചെറുപ്പം മുതലേ വീട്ടുകാർ മുതൽ സ്കൂൾ തലം മുതൽ എല്ലാവരും ഇതിനകത്ത് ഇടപെടുക. പ്രത്യേകിച്ച് നാട്ടുകാർക്കൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ചില ചെറുക്കന്മാരൊക്കെ കഞ്ചാവ് അടിച്ച് ഫുൾ ടൈം ഓരോ പരിപാടിക്ക് നടക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പ്രത്യേകിച്ച് കടക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ ഈ അവരുടെ കൂടെ എങ്ങനെ അതിൽ പെൺപിള്ളേരെ കാണുകയാണെങ്കിൽ, കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പെൺപിള്ളേരെ വീട്ടിൽ പോയിട്ട് അറിയിക്കുക. അതൊക്കെ നിവൃത്തിയുള്ളൂ. അവൻ പറയും ആ മോന്മാരുടെ പരിപാടി അല്ലേ എന്നൊക്കെ പറയുമായിരിക്കും. സാരല്ല, നമുക്ക് ജീവനല്ലേ രക്ഷിക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഈ അലവലാതി റമീസിൻ്റെ കൂടെ പോയിട്ട് അവരില്ലാത്ത ഉടായ്പൊന്നുമില്ല.
അവന് വേറെയും പല സെറ്റപ്പുകളുണ്ട്, അല്ലാത്ത ഇതുപോലത്തെ കാര്യങ്ങളും എല്ലാം ഉള്ള ഏറ്റവും ഒരു തെമ്മാടിയായ ഒരുത്തൻ. അവനെ പോലീസ് പറഞ്ഞ ഒരു ഇതുണ്ട്, അതൊക്കെയാണ് എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞത്. പെൺകുട്ടിക്ക് റമീസിനോട് കടുത്ത പ്രണയമായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. റമീസിൻ്റെ ഫോൺ വിവരങ്ങൾ പെൺകുട്ടിക്ക് അറിയാമെന്ന്, ഡീറ്റെയിൽസ് ഒക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഇവൻ എത്രമാത്രം ചെറ്റാണെന്ന് അവൾക്ക് അറിയായിരുന്നു. എന്നിട്ടും ഇവർക്ക് അവനെ മതിയെന്ന്. അതായത് ഇന്നലെ ഈ കൊച്ചിൻ്റെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂവും ചാനലിൽ അങ്ങോട്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, പെൺകുട്ടി അമ്മയോട് പറയുവാണ്, അമ്മയും ഞാൻ ജീവിച്ചിരുന്നാൽ ചിലപ്പോൾ അവൻ്റെ കൂടെ പോയി പോകും. അതായത് ഇവൻ ഇത്രയും തെണ്ടിയാന്ന് അറിഞ്ഞിട്ടും ചെറ്റാന്ന് അറിഞ്ഞിട്ടും ചിലപ്പോൾ പോയി പോകും, അതുകൊണ്ട് ഞാൻ മരിക്കുവാണ്. പെൺകുട്ടികൾ എത്രമാത്രം ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു, പ്രായത്തിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ അതിനുള്ള ശ്രദ്ധ നമ്മൾ അടിവേര് മുതൽ, റൂട്ട് മുതൽ തുടങ്ങേണ്ടതാണ്. അതായത് ഈ അലവലാദികളെയും ഇങ്ങനത്തെ ആളുകളെയും തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കോഴ്സ് തന്നെ സംഘടിപ്പിക്കണമെന്നാണ് എനിക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത്. അത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഈ ചർച്ച വഴിമാറ്റി വിടാതെ എല്ലാ വിഭാഗത്തിലും ഇങ്ങനത്തെ ആളുകളുണ്ട് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഗൗരവത്തോടു കൂടി ഇടപെടണം.